വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബയോഗ വാർഷികമാണ്. ഞാൻ കുടുംബയോഗത്തിൽ പോയത് കാണിച്ചു. അപ്പോൾ അതിൻ്റെ വാർഷികമാണ് നമുക്കിന്ന്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പക്ഷെ ഓട്ടോ വന്നിട്ടില്ല. ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പം ഓട്ടോ വരെ ബീച്ചാണ് നമ്മളെ. അപ്പം നമ്മളിപ്പോൾ മുറിയിലാണ്. ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മൾ കുടുംബവാർഷികത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പം ഞങ്ങൾ പെർഫോമൻസ് ഒന്നും ചെയ്യുന്നില്ല. ബിക്കോസ് നമുക്ക് എക്സാമൊക്കെ ചേച്ചിമാർക്കും എക്സാം ആയിരുന്നു, എനിക്കും എക്സാമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് PSCയുടെ ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും സമയം കിട്ടിയില്ല. സോ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്തില്ല. സോ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഓട്ടോ വന്നു. നമ്മളിനി പോകുന്നത് ഈസ്റ്റൊക്കലാണ് കേട്ടോ, വാർഷികം. അപ്പം ചേച്ചിയും അച്ഛനും അമ്മയും പുറമെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തി. ഇനി പ്രോഗ്രാംസ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഓട്ടോ സൗണ്ടാണ് കേട്ടോ ഗൈസ്. നമുക്ക് പിന്നെ കാണാം. ഗൈസ്, അപ്പോൾ ഇത് മ്യൂട്ട് ചെയ്തെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. സോ അതാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പാട്ടൊക്കെ വെച്ചേക്കാണ്. സോ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടാവാറായി. അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അച്ഛനുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഉദ്ഘാടനമൊക്കെ അവിടെ നടന്നായിരുന്നു. ദോഷങ്ങൾ മാറ്റുവാൻ ശുദ്ധമാമുള്ളോർ വന്നിടുന്നെന്നും പാദപത്മത്തെ കുമ്പിടാൻ പിൻഗാമിയായ ഞങ്ങളെ നീ ധന്യ. കുട്ടികളുടെ ശബ്ദം പൊങ്ങി വന്നോട്ടെ. കാരണം ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞിരിക്കുന്നത്? രാജ്യത്തിന്റെ പുരോഗതി, കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് കുഞ്ഞുങ്ങളിലാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ശബ്ദം ഇനിയും പൊങ്ങി വരണം. യെസ് ഓർ നോ? ഓക്കെ. ഒരാളാണെങ്കിൽ 50 വയസ്സാവുമ്പോഴേക്കും നമ്മുടെ ജീവിതം അവിടെ തീരുന്നു. 50 വയസ്സിന് കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ 25-ാമത്തെ വയസ്സിലും 20-ാമത്തെ വയസ്സിലും നമ്മുടെ കാഴ്ച. പിന്നെ കൗൺസിലിംഗ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്ലാസ്സായിരുന്നു. നമുക്ക് നല്ലോണം മനസ്സിലാക്കാനൊക്കെ പറ്റി കാര്യങ്ങളൊക്കെ. ഫോൺ അഡിക്ഷനെ കുറിച്ചും ലഹരി അതൊക്കെ പറ്റിയിട്ടുള്ളൊരു ക്ലാസ്സായിരുന്നു. പിന്നെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ 2 കൊച്ചുങ്ങളും കുട്ടികളും പിന്നെ 2 ചേച്ചിമാരൊക്കെയാണ് കളിച്ചത്. പിന്നെ കുറേ പാട്ടൊക്കെ ആൾക്കാർ പാടിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് പറ്റുന്ന പോലെയൊക്കെ കളിച്ച് നല്ല ക്യൂട്ടായിട്ടുണ്ട്. 2 പേരും പാട്ടൊക്കെ പാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയും അച്ഛനും പാട്ട് പാടിയായിരുന്നു. ഇതിലും ഞാൻ ഓഡിയോ കളഞ്ഞെന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ടോയെന്ന് അറിയില്ല. എനിക്കത് നിങ്ങളെ കേൾപ്പിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അറിയാൻ പറ്റില്ല കോപ്പിറൈറ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ ഗൈസ്, കുടുംബയോഗമൊക്കെ കഴിഞ്ഞു. നമ്മൾ പോവുകയാണ്. നമ്മൾ താൻപുഴ നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വണ്ടിയിൽ പോകും അല്ലേ? ഇത് വ്ളോഗിൽ വന്നാലും ഹായ് കാണിക്കും. ടാറ്റ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നല്ല രസമായിരുന്നു. എനിക്ക് എല്ലാ പ്രോഗ്രാമൊന്നും എടുക്കാൻ പറ്റിയില്ല അല്ലേ? അപ്പം നമ്മളെല്ലാം ഒന്നും എടുത്തില്ല. ചെറുതൊക്കെ ഇട്ടു. അമ്മയച്ഛനൊക്കെ പാട്ട് പാടി. ഞങ്ങൾ പാടിയില്ല. ഞങ്ങൾ പഠിച്ചില്ല. സോ നമ്മൾ പാടിയില്ല. അപ്പം നമുക്കിനി എനിക്ക് പിന്നെ ഞാൻ ഇത് ഈ വീഡിയോ ചിലപ്പോൾ ഇട്ടിട്ടായിരിക്കുവാണോ ആ ഗെറ്റ് റെഡി അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും അത് വരിക. അത് എനിക്കൊരു മാണിക്യമംഗലത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. വിഷ്ണുമായ സ്വാമിയായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്കിനി ഇവിടെ ഒക്കില് പെരുമറ്റത്ത് ഉണ്ട്.
അപ്പം അതിന് വേണ്ടിയിട്ട് പഠിക്കണം. അപ്പം അതിന് പോവാണ് ദേവിക്ക്. അപ്പം അതിനും പഠിക്കണം. അപ്പോൾ പ്രാക്ടീസ് ഉണ്ട്. നമ്മളപ്പം പന്നിപ്പുഴയിൽ നിന്ന് എന്നെ അവിടെ ആക്കിയിട്ട് ഒരു പോകും. അപ്പം അത്രേ ഉള്ളൂ. കാണിക്കാം. അമ്മ അച്ഛന് പോകുന്നു. ഇവിടെ ചേച്ചി, ഇവിടെ ഞാൻ. ആ ഉൾവഴി കൂടെ പോയി. ഇതൊരു പള്ളി കേട്ടോ. ഇവിടെ പള്ളി കണ്ടോ? ഏതാണ്? ഈസ്റ്റ് ആ പള്ളിപ്പടി. അതല്ല പള്ളി. ബ്ലോക്കാണ് ഗൈസ്. കണ്ടോ? അയ്യോ. ഗൈസ് അപ്പം എത്താനായി. അപ്പം അങ്ങനെ എത്താറായി. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ എന്നിട്ട് നേരെ പ്രാക്ടീസിനൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യണം. ഇനി അടുത്തൊരു പൊളി വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ.